ഇന്ന് ഞാൻ വിചാരിച്ചു എന്താ ഉച്ചക്കലേക്കൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഉള്ളത് ചീരയാണ്, കുറച്ച് പച്ചക്കറി, അപ്പം എല്ലാം കൂടിയിട്ട് ഇന്ന് ഒരു ചീര മുളക് പൊടിച്ചും അവിയലും വയ്ക്കാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതി എൻ്റെ കാണിക്കാനാണ് പോണത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. ഇന്നെനിക്ക് എൻ്റെ വിഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പരിപ്പ് ആദ്യം കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ ഇടാൻ പോണറിയോ? ചീര. ഇത് നല്ല തണ്ടൻ ചീരയാണ്. ചീര മുളക് പൊടിയാണ് ഇന്ന് എൻ്റെ ഐറ്റം. അപ്പോൾ അത് ഇട്ടിട്ട് ഇതിലേക്കിപ്പോൾ ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് പരിപ്പിലധികം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, 1/2 കപ്പ് കേട്ടോ. ഇനി ഇതിനെ വേവിക്കാൻ വയ്ക്കാൻ പോകുന്നു. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുക. ഉപ്പ് കൂടി ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് ഓൺ ചെയ്തിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ ആ ചീര വേവുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ, ഇതൊരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ, നോക്കോളൂ. എന്താ കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ ആ മുളക് പൊടി ഇങ്ങനെ കട്ടയാവുന്നൊന്നും ഇഷ്ടമല്ല. കുറച്ച് കറിയായിട്ട് കഴിക്കുമ്പോൾ. പിന്നെ ഒരു ഇത്തിരി ജീരകം, ഇതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇപ്പോൾ ചീരയൊക്കെ നന്നായി വെന്തു, ഇതാ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഈ അരച്ചത്, തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഒഴിക്കുക. ഇനി ഇതിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ അങ്ങനെ കുക്കറിൽ എല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ കറി ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി അതിൽ നമുക്ക് വറുത്തിടണം. ഇപ്പോൾ അതിൻ്റെ കറിയൊക്കെ നന്നായി തിളച്ചു. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോകണം, എന്നിട്ട് വറുത്തിടാൻ പോകണം. എപ്പോഴും നമ്മൾ ഈ ചീര മുളക് പൊടിയൊക്കെ വയ്ക്കുന്ന സമയത്ത് പരിപ്പ് ഇട്ടിട്ട് നിങ്ങളതിൽ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല, നെയ്യ് ഇട്ടിട്ട് വറുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നെയ്യ് ഇട്ട് ചെറിയ ഉള്ളി. അപ്പം ഞാൻ എന്താ ചെയ്യണേ, ഇതിലേക്കിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. ഈ നെയ്യൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി, ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അതിനിപ്പോൾ നെയ്യിന് അത്ര വലിയ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ടീസ്പൂൺ, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറമാവട്ടെ. നല്ലോണം ബ്രൗൺ നിറമായി ഞാനിതിനെ ഇതിലേക്ക് പൊട്ട്. ഇതുണ്ടോ, ഉള്ളി വറുത്തിട്ടു. നിങ്ങൾക്കിത് വേണമെങ്കിലേ ഇതിൽ കടുകിടാം, പക്ഷേ എനിക്ക് കടുകിൻ്റെ ആ കടുകിടുമ്പോൾ കടുക് വറുത്തതിൻ്റെ മണം വരും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല ഉള്ളിയുടെ നെയ്യിൽ വറുത്ത മണം വരും. അപ്പോൾ ഇപ്പം എൻ്റെ ചീര മുളക് പൊടി റെഡിയായി. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എൻ്റെ അടുത്ത ഐറ്റം ഞാനിപ്പോൾ കാണിക്കാം പോണത്. അടുത്തത് ചെയ്യാൻ പോണത് ഉള്ള 5-6 കഷ്ണം കൊണ്ട് അവിയൽ. എന്നതാണ് കുറച്ച് പുളിയുള്ളതും വേണം. അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ട് ഇതൊക്കെയാണ് കഷ്ണങ്ങൾ ഇടുകയാണ്. എന്തൊക്കെയാണ് കഷ്ണം? ഇതിൽ കുമ്പളങ്ങ, പയർ, ബീൻസ്, ക്യാരറ്റ്, ചീരയുടെ തണ്ട്, കുമ്പളങ്ങ, പയർ, ബീൻസ്, മാങ്ങ. ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് വയ്ക്കണേ കേട്ടോ. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മാങ്ങ ഇട്ടിട്ട് വയ്ക്കുമ്പോൾ. പിന്നെ ചേനയുണ്ട്. ചേന അതിൻ്റെ കൂടി ഇട്ടിട്ടില്ല, ഞാൻ വേറെയാണ് മുറിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ പെട്ടത്. ഇതാ ചേന. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഉപ്പിടുകയാണ്.
കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് ലേശം അതിൻ്റെ വെള്ളം കിടക്കുന്നത് കൊണ്ട് ഞാനതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം ഇങ്ങനെ അടച്ചു വെച്ചു. ഇനി ഞാൻ സാധാരണ അവിയലുണ്ടാക്കുമ്പോൾ മഞ്ഞൾ ഇടാറില്ല. എനിക്ക് മഞ്ഞൾ ഇടുന്നതിൽ വലിയ ഇഷ്ടമില്ല. അപ്പോൾ എപ്പോഴും എല്ലാ കറിയിലും ഇടണ്ടല്ലോ. അപ്പോൾ ഞാനിനി ഇതിനെ ഇങ്ങനെ വയ്ക്കാൻ പോവാണ്. ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. മതി. ഇനി ഇതിനൊന്ന് വെന്ത് വരട്ടെ. അതിന് മുമ്പ് ഞാൻ അരപ്പ് തയ്യാറാക്കണം കാണിക്കാം. അതിന് ശേഷം ഇപ്പം ഞാൻ അവിയലിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ സദ്യക്കൊക്കെ ചെയ്യുമ്പോൾ നിറയെ തേങ്ങ ഇടാറുണ്ട് അരയ്ക്കുമ്പോൾ. പക്ഷെ ഇങ്ങനെ സാധാ ഒരു ദിവസം അവിയലുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് തേങ്ങ ചേർക്കാറില്ല. എന്തായാലും നമുക്ക് കഷ്ണങ്ങളെല്ലാം കഴിക്കുന്നതാണല്ലോ പ്രധാനം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ കഷ്ണത്തിന് അനുയോജ്യമായിട്ട് തന്നെ ഒരു വലിയൊരു മുറി തേങ്ങയൊന്നും എടുത്തിട്ടില്ല. ഈ പച്ചമുളകിൻ്റെ കൂടെ ഞാൻ 2 ഉള്ളി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ സദ്യകൾക്കൊന്നും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ളി ഇടാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ചെയ്തപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ചില ഭാഗങ്ങളിൽ ചിലവർ ഉള്ളി ചേർക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ കഷ്ണമൊക്കെ പാകത്തിന് നന്നായി വെന്തു. കൂടുതൽ വെള്ളമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ വെള്ളം. എന്താ വെച്ചാൽ ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് കഷ്ണമൊന്നും വന്ന് ഉടയാൻ പാടില്ല. മാങ്ങയിട്ട് വയ്ക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണത്. അപ്പോൾ ഞാനിനി അരച്ചത് ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇതാ കണ്ടോളൂ. ഒരുപാട് അരക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇനി അതിനെ മുഴുവൻ അങ്ങോട്ട് ഇടട്ടെ. ഇപ്പം ഞാൻ തേങ്ങയൊക്കെ ചേർത്തു. കണ്ടു, കൂടുതലായിട്ട് അങ്ങനെ തേങ്ങയില്ല അതിൽ, എന്നാലും ഉണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്കിതിൽ കുറച്ച് പുളി കുറവാണെന്ന് തോന്നി. മാങ്ങ ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല. ഒരു എന്താ പോവുക, കിളിമൂക്കൻ മാങ്ങ അതാണ് ഇട്ടിരിക്കണേ. സാധാരണ അത് നല്ല പുളി ഉണ്ടാവും. ഇത് വലിയ പുളിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യണം അറിയോ, കുറച്ച് എനിക്കിതിൽ പുളിയില്ലെങ്കിൽ നന്നായിരിക്കും. ഇത്തിരി തൈര് ഒഴിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് തുറക്കാം. കൂടുതലായിട്ടൊന്നും ഇനി അതിന് പണിയില്ല. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇനി ഒന്ന് അടച്ച് വെക്കട്ടെ. ഇപ്പോൾ എൻ്റെ അവിയലൊക്കെ നന്നായി. കുറച്ച് ഞാൻ തൈര് ഒഴിച്ചു. പുളി എനിക്ക് കുറവാണെന്ന് തോന്നിയിട്ട് ഇനി അപ്പോൾ എന്തായാലും എൻ്റെ ഊണ് കഴിക്കാൻ ഞാൻ പ്ലേറ്റൊക്കെ വെച്ചു. ആദ്യം ഞാൻ ഉണ്ടാക്കിയ അവിയൽ വിളമ്പുകയാണ്. പിന്നെ അവിയലിന് ശേഷം ഞാൻ കുറച്ച് കടല മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ കടല മാത്രം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉച്ചക്കലേക്ക് കഴിക്കാൻ. ആ കടല, പിന്നെ എന്താണറിയോ, പപ്പടം, പിന്നെ കുറച്ച് ചുണ്ടങ്ങ കൊണ്ടാട്ടം. ചുണ്ടങ്ങ കൊണ്ടാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര കയ്പില്ലാത്തതുകൊണ്ട് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ചുണ്ടങ്ങ മസാലപ്പുളിയൊക്കെ വയ്ക്കും. ഇത് ചുണ്ടങ്ങ, പിന്നെ നല്ല ചൂട് ചോറ്, കുത്തരിച്ചോറ്. പിന്നെയുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ ചീരമുളക് ഊഷ്. അപ്പോൾ മെയിനായിട്ടുള്ള ഐറ്റം ഇത് രണ്ടും. പിന്നെ കടല ഞാൻ രാവിലെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കടല മാത്രം എടുത്ത് വറുത്ത് വെച്ചു കുറച്ച്. പിന്നെ നല്ല തൈര്. പിന്നെന്താണറിയോ, നാരങ്ങ അച്ചാർ. എനിക്ക് ഇത്തിരി അച്ചാർ കൂട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ലേശം നാരങ്ങ അച്ചാർ. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരൂ. ഇനി ബൈ ഫ്രണ്ട്സ്, അടുത്ത കാണാം.